പ്രിയപുത്രനെ നാടിന്റെ മുഴുവൻ സ്നേഹത്തണലിൽ ഏൽപ്പിച്ച് ആ അമ്മ മടങ്ങി. കെ രാധാകൃഷ്ണന്റെ അമ്മ ചിന്നയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. അമ്മയുടെ മരണം അറിയിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണൻ MP ഫേസ്ബുക്കിൽ എഴുതിയ 2 വരി കുറിപ്പ് മതി ഈ അമ്മയുടെയും മകന്റെയും ആത്മബന്ധം വ്യക്തമാവാൻ. ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു എന്ന 2 വരിയിലുണ്ട് ആ ഉള്ളിലെ വിങ്ങൽ. തന്റെ മകൻ നാടിന്റെ മുഴുവൻ പ്രിയപുത്രനായി മാറുമ്പോഴും തോന്നൂക്കര വീട്ടിൽ അയൽവാസികളുടെയും ബന്ധുക്കളുടെയും സ്വന്തം അമ്മച്ചിയായിരുന്നു ചിന്ന. രാധേട്ടൻ ഏത് പാതിരാത്രിക്ക് വരുമ്പോഴും ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു അമ്മയായിരുന്നു നമ്മുടെ സ്നേഹത്തോടെ വിളിക്കുന്ന ഇപ്പോൾ മരണപ്പെട്ട അമ്മച്ചി. വളരെ വലിയൊരു നഷ്ടമാണ്. കാരണം ഏത് സമയത്തും ആർക്കും കയറി ചെല്ലാവുന്ന ഒരു ഇടമായിരുന്നു രാധേട്ടൻ്റെ വീട്. അതോടൊപ്പം തന്നെ രാധേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും. അച്ഛൻ നേരത്തെ മരണപ്പെട്ടു. അപ്പോൾ ഈ മക്കളെയെല്ലാം നോക്കി ഒരു കരയ്ക്കെത്താൻ അമ്മയ്ക്കുള്ളൊരു പങ്കുണ്ടല്ലോ, അത് വളരെ വലിയൊരു പങ്കായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അമ്മയുടെ അടുത്തേക്ക് വരിക എന്നുള്ളൊരു ഫീലിങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ. ആ വിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നഷ്ടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. നാടിന്റെ സ്നേഹം ആവോളം കിട്ടുമ്പോഴും സമയമുള്ളപ്പോഴെല്ലാം പെറ്റമ്മയെ കാണാൻ മകൻ ഓടിയെത്തിയിരുന്നു. എന്തിനു മുകളിലാണ് തനിക്കമ്മയെന്ന് കെ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുമ്പിൽ കൈകൂപ്പിയില്ലെന്ന് പറഞ്ഞ് വിവാദമുണ്ടായപ്പോൾ താൻ തന്റെ അമ്മയ്ക്ക് മുമ്പിൽ കൈകൂപ്പാറില്ലെന്നായിരുന്നു മറുപടി. വൈകിട്ട് 6-ന് വീട്ടുവളപ്പിലാണ് മൃതദേഹം സംസ്കരിച്ചത്. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തി. കൈരളി ന്യൂസ്, തൃശൂർ.